ടു വിങ്സ് അക്കാദമീസ് ഓൺലൈൻ ക്ലാസ്സസ്. നമ്മൾ ഇന്ന് 8ാം ക്ലാസ്സിലെ സെക്കൻഡ് ചാപ്റ്റർ ആയ റിവർ വാലി സിവിലൈസേഷന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു വലിയ ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു വാസ്റ്റ് ചാപ്റ്റർ ആണ്, എന്നാൽ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇതില് ഒരുപാട് സിവിലൈസേഷൻ വരുന്ന നദീതട സംസ്കാരങ്ങളെ പറ്റി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിന്റെ ഫീച്ചേഴ്സ് നല്ലവണ്ണം മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ എക്സാമിന് നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റർ കൂടിയാണ്. ഓക്കെ, അപ്പോ ഇതിൽ ആദ്യം വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ഹാരപ്പൻ സിറ്റിയുടെ പാർട്ടുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഹാരപ്പൻ സിറ്റിക്ക് 2 പാർട്ടുകളാണുള്ളത്. ഒന്നാമത്തത് ആ സിറ്റിയുടെ വെസ്റ്റ് വശവും മറ്റൊന്ന് ആ സിറ്റിയുടെ ഈസ്റ്റ് വശവുമാണ്. അപ്പോ ഹാരപ്പൻ സിറ്റിയുടെ വെസ്റ്റ് വശം എന്ന് പറയുന്നത് ഹയർ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്, അതായത് ഉയർന്ന ഒരു സ്ഥലമാണ്. ഇത് സാധാരണയായിട്ട് ഈ ഒരു വെസ്റ്റ് വശം സാധാരണയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്, ഭരണാധികാരികളാണ് സാധാരണയായിട്ട് ഹാരപ്പയുടെ വെസ്റ്റ് വശം ഉപയോഗിച്ചിരുന്നത്. അതായത് ആ സമയത്ത് അവിടെ നിന്ന് എന്ത് കിട്ടിയിട്ടുണ്ട്? ഒരുപാട് അവശിഷ്ടങ്ങൾ, റൂയിൻസ് എന്ന് പറഞ്ഞാല് ഒരുപാട് അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുണ്ട്. എന്തിന്റെയൊക്കെ അവശിഷ്ടങ്ങളാണ് കിട്ടിയിരിക്കുന്നത്? വലിയ വലിയ ബിൽഡിങ്സിന്റെ, അതേപോലെ തന്നെ അസംബ്ലി ഹാളിന്റെ ഒക്കെ ഒരുപാട് അവശിഷ്ടങ്ങൾ ഈ ഒരു പ്രദേശത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഹാരപ്പൻ സിറ്റിക്ക് 2 വശങ്ങളാണുള്ളത്. ഒന്നാമത്തെ വശം എന്ന് പറയുന്നത് വെസ്റ്റ്, പടിഞ്ഞാറ് ഭാഗമാണ്. ഈ ഒരു പടിഞ്ഞാറ് ഭാഗം ഉയർന്ന പ്രദേശമാണ്. ഇത് സാധാരണയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ആരാണെന്ന് പറയുന്നത്? അഡ്മിനിസ്ട്രേറ്റേഴ്സ് അല്ലെങ്കിൽ ഭരണാധികാരികളാണ്. അപ്പൊ അവിടെ നിന്ന് എന്തൊക്കെ കിട്ടിയിട്ടുണ്ട്? വലിയ ബിഗ് ബിൽഡിങ്ങിന്റെയും അസംബ്ലി ഹാളിന്റെ ഒക്കെ ഒരുപാട് അവശിഷ്ടങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് ഭാഗം ഏതായിരിക്കും? ഈസ്റ്റ് വശമാണ്. മറ്റേത് ഹയർ ആണെങ്കിൽ ഈ ഒരു വശം എന്ന് പറയുന്നത് ലോവർ ആണ്, അതായത് താഴ്ന്ന പ്രദേശമാണ്. ഇത് സാധാരണയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കോമൺ പീപ്പിൾ ആണ്, സാധാരണ ജനങ്ങളാണ് ഈ ഒരു പ്ലേസ് സാധാരണ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇവിടെയും ഒരുപാട് വീടുകളുടെ ഒക്കെ അവശിഷ്ടങ്ങൾ കുഴിച്ചെടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമ്മുടെ ഹാരപ്പൻ സിറ്റിക്ക് 2 പാർട്ടുകളാണുള്ളത്. ഒന്ന് വന്നിട്ട് വെസ്റ്റും മറ്റൊന്ന് വന്നിട്ട് എന്താണ്? ഈസ്റ്റുമാണ്. വെസ്റ്റ് വശം എന്ന് പറയുന്നത് അത് ഉപയോഗിച്ചിരുന്നത് അഡ്മിനിസ്ട്രേറ്റേഴ്സ് അല്ലെങ്കിൽ ഭരണാധികാരികളാണ്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് എന്തൊക്കെ അവശിഷ്ടങ്ങളാണ് കിട്ടിയേക്കുന്നത്? അസംബ്ലി ഹാളിന്റെയും അതുപോലെ തന്നെ എന്താണ് വലിയ വലിയ ബിൽഡിങ്സിന്റെയും ഒക്കെ അവശിഷ്ടങ്ങൾ കിട്ടിയപ്പോൾ ഈസ്റ്റ് വശമാണെങ്കിൽ താഴ്ന്ന പ്രദേശമാണ്, അത് സാധാരണ ജനങ്ങളാണ് ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെ അവിടെ എന്തെന്ന് കിട്ടി? ഒരുപാട് വീടിന്റെ അവശിഷ്ടങ്ങൾ കിട്ടി എന്ന് പറയുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കി. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹാരപ്പൻ സിസ്റ്റം, ഹാരപ്പയിലെ ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഹാരപ്പയുടെ ഡ്രെയിനേജ് സിസ്റ്റം എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിന്റെ 3 ഫീച്ചേഴ്സ് ഇതാ ചോദിക്കും. ഇവിടെ ക്വസ്റ്റ്യൻ നമ്മൾ കൊടുത്തേക്കുന്നത് എക്സ്പ്ലെയിൻ ദ ഡ്രെയിനേജ് സിസ്റ്റം ഓഫ് ഹാരപ്പ എന്നാണ്. അതായത് ഹാരപ്പയുടെ ഡ്രെയിനേജ് സിസ്റ്റത്തെ പറ്റി വിശദീകരിക്കാനാണ്. ഓക്കെ, അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ആണ് ഹാരപ്പയെ സംബന്ധിച്ച്. ഹാരപ്പയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ആണ് അവിടുത്തെ ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ഫീച്ചർ എന്ന് പറയുന്നത് എല്ലാ ഹൗസിന്റെയും വേസ്റ്റ് വാട്ടർ, ഓരോ വീട്ടിലും വേസ്റ്റ് വാട്ടേഴ്സ് ഉണ്ടായിരിക്കും അല്ലെ, ആ വേസ്റ്റ് വാട്ടർ, അഴുക്ക് ജലം എന്ന് പറയുന്നത് ഡ്രെയിനിലോട്ട് പുറത്തെ ഒരു കോമൺ ആയിട്ടുള്ള ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ടായിരിക്കും, അതിലേക്ക് പുറത്തേക്ക് ഒഴുക്കി വിടുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ പുറത്ത് കോമൺ ആയിട്ടുള്ള ഒരു ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ബേൺഡ് ബ്രിക്സ് കൊണ്ടാണ്, ചുടുകട്ട കൊണ്ടും സ്റ്റോൺ സ്ലാബ്സ് കൊണ്ടുമാണ് എന്ത് ചെയ്തേക്കുന്നത്? ഇത് നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. ഓരോ വീട്ടിലെയും ഡ്രെയിനേജ് സിസ്റ്റം വലിയൊരു പൈപ്പിലോട്ട് കണക്ട് ചെയ്ത് അത് വലിയ സ്റ്റോൺ സ്ലാബ്സും അതുപോലെ ബ്രിക്ക് കൊണ്ടൊക്കെ നിർമ്മിച്ച വലിയൊരു ഡ്രെയിനേജിലോട്ട് പോകുന്നു. അങ്ങനെയായിരുന്നു ഹാരപ്പയിലെ ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പറയുന്നത്. ഒരു 3 മാർക്കിന് ചോദിക്കാനായിട്ട് ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി നോക്കിയേ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് നമ്മുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹാരപ്പയുടെ ഗ്രാനറിയും അഗ്രികൾച്ചറും എന്ന് പറയുന്നത്. ഓക്കെ, ഹാരപ്പയുടെ ഗ്രാനറിയും അഗ്രികൾച്ചർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ഈ ഗ്രാനറി എന്ന് പറയുന്നത്? അതൊരു ബിഗ് ബിൽഡിംഗ് ആണ്, അത് വലിയൊരു കെട്ടിടമാണ്. എന്തിനു ഉപയോഗിക്കുന്നതാണ്? വിത്ത് ഫെസിലിറ്റി ടു ഡ്രൈ ആൻഡ് സ്റ്റോർ ഗ്രെയിൻസ് എന്ന് പറഞ്ഞാല് നമ്മൾ ഉണക്കി ധാന്യങ്ങള് ഉണക്കിയതൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ധാന്യപ്പുര, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രാനറി എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? ഈ ധാന്യങ്ങളൊക്കെ എന്താണ് സൂക്ഷിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പത്തായം അല്ലെങ്കിൽ എന്താണ് ധാന്യപ്പുരയാണ് എന്ന് പറയുന്നത് ഗ്രാനറി എന്ന് പറയുന്നത്. അതായത് എന്തൊക്കെ ആയിരിക്കും അവർ സൂക്ഷിച്ചു വെക്കുന്നത്? എന്തൊക്കെ ധാന്യങ്ങളാണ് സൂക്ഷിച്ചു വെക്കുക? വീറ്റ് ഉണ്ടായിരിക്കും,
ഗോതമ്പ് ഉണ്ടായിരിക്കും, ബാർലി, ചോളം, മില്ലറ്റ്, അതുപോലെ ചില പയറുവർഗ്ഗങ്ങളിൽ പെട്ട സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം സൂക്ഷിച്ചു വെച്ചിരുന്നത് ആ ഒരു കാലത്ത് എന്തിലായിരുന്നു എന്ന് പറയുന്നേ, ഗ്രാനറിയിലായിരുന്നു. അതായത് ആ സമയത്ത് അതേപോലെ തന്നെ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് റൈസ് കൾട്ടിവേഷൻ, നെൽകൃഷി ഉണ്ടായിരുന്നു. അത് നമ്മൾക്ക് ഏതൊക്കെ സ്ഥലങ്ങളാണ് എക്സാമ്പിൾ ആയിട്ട് പറയണത്, റാംപൂറും ലോഥാലും ഗുജറാത്തിലെ ലോഥാലും റാംപൂറിലും ഒക്കെ എന്താണ് ഇതിന്റെ എവിഡൻസ് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഗ്രാനറി ഉണ്ടായിരുന്നു എന്നുള്ളൊരു എവിഡൻസ് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ റൈസ് കൾട്ടിവേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളൊരു എവിഡൻസ് കിട്ടിയിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ റൈസ് കൾട്ടിവേഷൻ മാത്രമല്ല ഉണ്ടായിരുന്നത്, അവർ കോട്ടനും കൃഷി ചെയ്തിരുന്നു, പരുത്തിയും എന്ത് ചെയ്തിരുന്നവര് കൃഷി ചെയ്തിരുന്നു. ഓക്കെ, ഇനി നഗരത്തിലുള്ള ആളുകളാണെങ്കിൽ അർബൻ ഫോക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് നഗരത്തിൽ ജീവിക്കുന്ന മനുഷ്യരുണ്ടായിരിക്കും അല്ലെ, അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ഫുഡിനും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരുന്നത്, ആശ്രയിച്ചിരുന്നത് ആരെയാണെന്ന് പറയുന്നത്, നമ്മുടെ ഈ ഗ്രാമത്തിൽ ജീവിക്കുന്ന ആളുകളെയായിരുന്നു. അപ്പൊ എന്തൊക്കെ എഴുതും, നമ്മുടെ ഗ്രാനറി അല്ലെങ്കിൽ അഗ്രികൾച്ചറിനെ പറ്റി ചോദിച്ചപ്പോൾ ഗ്രാനറിനെ പറ്റിയാണ് മെയിൻ ആയിട്ട് ആദ്യത്തെ പോർഷനിൽ പറയുന്നത്. എന്തൊക്കെ നമ്മൾ പറഞ്ഞു, ഇതൊരു വലിയൊരു ബിൽഡിംഗ് ആണെന്ന് പറഞ്ഞു, ഗ്രെയിൻസ് സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലമാണെന്ന് പറഞ്ഞു, അവര് വലിയൊരു ബിൽഡിംഗ് ആണെന്നൊക്കെ പറഞ്ഞു അല്ലെ. അപ്പൊ എന്തൊക്കെയായിരുന്നു ഈ ഗ്രാനറിയിൽ അവർ സൂക്ഷിച്ചു വെച്ചിരുന്നത്, നമ്മൾ പറഞ്ഞു കുറച്ച് പേരുകള്, വീറ്റ്, ബാർലി, മില്ലറ്റ്, പൾസസ്. അതേപോലെ തന്നെ ഈ ഒരു സമയത്ത് ഹാരപ്പില് റൈസ് കൾട്ടിവേഷനും അതുപോലെ കോട്ടൺ കൾട്ടിവേഷനും ഒക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ നഗരത്തിലുള്ള ആളുകളെല്ലാം നമ്മുടെ വില്ലേജിലുള്ള ആളുകളെ എന്ത് ചെയ്തിരുന്നു, ആശ്രയിച്ചാണ് ജീവിച്ചിരുന്നത്. ഭക്ഷണ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നഗരത്തിൽ ജീവിച്ചിരിക്കുന്ന ആളുകളാണെങ്കിൽ അവർ നമ്മുടെ ഗ്രാമത്തിൽ ജീവിക്കുന്ന ആളുകളെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇനി അവിടുത്തെ കൾട്ടിവേഷനെ പറ്റി പറയുകയാണെങ്കിൽ അവിടുത്തെ അഗ്രികൾച്ചറൽ ഫീൽഡ് എങ്ങനത്തെയായിരുന്നു, വളക്കൂറുള്ളൊരു സ്ഥലമായിരുന്നു, അലൂവിയൽ സോയിലായിരുന്നു. അലൂവിയൽ സോയിൽ എക്കൽ നിക്ഷേപം കാണാം ഏതൊക്കെ റിവേഴ്സിന്റെ, ഇൻഡസ് നദി കാരണം അലൂവിയൽ ഡിപ്പോസ് ചെയ്തുകൊണ്ട് തന്നെ അവിടെ എങ്ങനത്തെ മണ്ണാണ്, നല്ല വളക്കൂറുള്ള ഫെർട്ടൈൽ മണ്ണാണ്. ഓക്കെ, ഇനി അതേപോലെ തന്നെ പറയുന്ന മറ്റൊരു കാര്യമാണ്, ഇറിഗേഷന് വേണ്ടിയിട്ട് അവർ കൺസ്ട്രക്ട് ചെയ്തൊരു കാര്യമാണ് കനാൽസ് എന്ന് പറയുന്നത്. അപ്പൊ ജലസേചനത്തിന് വേണ്ടിയിട്ട് അവർ നിർമ്മിച്ച ഒന്നാണ് കനാൽ എന്ന് പറയുന്നത്. ഇനി ഈ ഗ്രാനറീസ് എല്ലാം നമ്മുടെ ഹാരപ്പൻ സിറ്റിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിന്റെ എഫിഷ്യൻസി ആണ് കാണിക്കുന്നത്, കഴിവാണ് കാണിക്കുന്നത്. ആലോചിച്ച് നോക്കാട്ടോ, കുറെ നാളുകൾക്ക് മുന്നുള്ള ഒരു കാര്യം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ ആ ഒരു കാലത്ത് ഗ്രാനറി സിസ്റ്റം ഉണ്ടായിരുന്നു ഹാരപ്പയില് എന്ന് പറയുന്നത് ഹാരപ്പയുടെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിന്റെ ഒരു എഫിഷ്യൻസി ആണ് അവിടെ കാണിക്കുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ഗ്രാനറിനെ പറ്റിയും അതുപോലെ തന്നെ അവിടുത്തെ അഗ്രികൾച്ചറെ പറ്റിയും ഷോർട്ട് നോട്ട് എഴുതാൻ ചോദിക്കണമെന്നില്ല. വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, നമ്മുടെ ഹാരപ്പയുടെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിന്റെ എഫിഷ്യൻസി കാണിക്കുന്നതിന് ഉദാഹരണ സഹിതം വ്യക്തമാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹാരപ്പയുടെ ഏത് ഭാഗം എഴുതാം, ഈ ഗ്രാനറിനെ പറ്റി എഴുതിയാൽ അതിന്റെ ആൻസർ ആയി. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് ഹാരപ്പയുടെ ബിലീഫ് സിസ്റ്റത്തെ പറ്റിയാണ്. അപ്പൊ നമ്മൾ കുറെ ആളുകളെ ആരാധിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതേപോലെ തന്നെ ഹാരപ്പയിൽ ഉണ്ടായിരുന്ന ജനങ്ങള് ആ ഒരു സമയത്ത് ആരെയാണ് ആരാധിച്ചിരുന്നത്, ആരെയാണ് വർഷിപ്പ് ചെയ്തിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ ട്ടാ. ആരെയാണെന്ന് പറയുന്നത്, നമുക്ക് ഒരുപാട് സീലുകൾ ബിലീഫ് സിസ്റ്റത്തെ പറ്റി, ഹാരപ്പയുടെ ബിലീഫ് സിസ്റ്റത്തെ പറ്റി കാണിക്കുന്നതിനായിട്ട് ഒരുപാട് സീലുകൾ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ക്ലേ ഫിഗേഴ്സ് ഓഫ് ഹ്യൂമൻ. ഇത് എഴുതണം, ഈ ഒരു പോയിന്റ് എഴുതിയാലേ മാർക്ക് ഉണ്ടാവുള്ളൂ ട്ടാ. Clay figures of women have widely been discovered എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മൾ വ്യുമന്റെ ക്ലേയെ കൊണ്ട് ഉണ്ടാക്കിയ കുറെ മാതൃദേവതകളെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതായത് സ്ത്രീകളുടെ രൂപമുള്ള കളിമൺ പ്രതിമകൾ ആ സമയത്ത് കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഈ ഒരു സ്ത്രീകളുടെ ഷേപ്പിലുള്ള കളിമൺ പ്രതിമകൾ എന്ന് പറയുന്നത് അവർ ആ ഒരു സമയത്ത് മദർ ഗോഡസിനെ വർഷിപ്പ് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. മാതൃദേവതയെ അവർ ആ ഒരു സമയത്ത് ആരാധിച്ചതിന് തെളിവാണ് ആ സമയത്ത് കണ്ടുകിട്ടിയ വിമന്റെ ക്ലേ ഫിഗർ എന്നാണ് അവർ പറയുന്നത്. അപ്പൊ എന്താ പറയുന്നത്, അവരുടെ ബിലീഫ് സിസ്റ്റം തെളിയിക്കുന്നതിനായിട്ട് ആദ്യം ഒരുപാട് സീൽസ് അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്ന് ഫസ്റ്റ് പോയിന്റ് പറഞ്ഞു. രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത് ക്ലേ ഫിഗേഴ്സ് ഓഫ് വിമൺ കിട്ടുന്നത് പറയുന്നത് സ്ത്രീകളുടെ കളിമൺ പ്രതിമ കിട്ടി. ഈ ഒരു കളിമൺ പ്രതിമ എന്ന് പറയുന്നത് ആ ഒരു സമയത്ത് അവിടുത്തെ ജനങ്ങള് മാതൃദേവത അല്ലെങ്കിൽ എന്താണ് മദർ ഗോഡസിനെ ആരാധിച്ചിരുന്നു എന്നുള്ള തെളിവാണെന്നാണ് അവർ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത്
എന്താണ് നെക്സ്റ്റ് പറയുന്ന പോയിന്റ് എന്താണ് ഹിസ്റ്റോറിയൻസ് പറയുന്നുണ്ട് ഈ ഒരു സമയത്ത് എന്തിനേയും അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് ആണുങ്ങൾ അതായത് പുരുഷന്മാര് ഷേപ്പിൽ നിർമ്മിച്ചിട്ടുള്ള എന്താ പ്രതിമകളും കണ്ടുകിട്ടിയിട്ടുണ്ട് അതായത് അവർ പറയാണ് പണ്ട് നമ്മുടെ ശിവയുടെ പ്രോട്ടോ ശിവയുടെ എന്താ ഒരു മോഡലാണ് ആ സമയത്ത് പണ്ട് ആദ്യത്തെ പ്രോട്ടോ ശിവയുടെ മോഡലാണ് ആ സമയത്ത് കിട്ടിയിരുന്നത് അപ്പൊ ശിവനെ അവർ ആരാധിച്ചിരുന്നു എന്നാണ് അവർ പറയുന്നത് The great bath unearthed in Mohenjo-daro might have been used for religious ceremonies. അപ്പൊ റിലീജിയസ് സെറിമണീസിന് വേണ്ടിയിട്ട് ഗ്രേറ്റ് ബാത്ത് യൂസ് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത് മെയിൻ ആയിട്ട് ഇവിടെ എഴുതേണ്ട പോയിന്റ് ബിലീഫ് സിസ്റ്റത്തെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ട 3 പോയിന്റ് എന്ന് പറയുന്നത് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഒരുപാട് എന്ത് കണ്ടെത്തിയിട്ടുണ്ട് ഒരുപാട് സീൽസ് കണ്ടെത്തിയിട്ടുണ്ട് പറയാം ബിലീഫ് സിസ്റ്റത്തെ തെളിയിക്കുന്നതിനായിട്ട് ഒരുപാട് സീൽസ് കണ്ടെത്തിയിട്ടുണ്ട് എന്ന് ഫസ്റ്റ് പോയിന്റ് പറയാം രണ്ടാമത്തെ പോയിന്റ് നമ്മൾ പറയേണ്ടത് ഇവിടെ നിന്ന് നമുക്ക് എന്ത് കണ്ടെത്തിയിട്ടുണ്ട് സ്ത്രീകളുടെ അല്ലാതെ എന്ത് പറയുക നമ്മുടെ സ്ത്രീകളുടെ കളിമൺ പ്രതിമകൾ കണ്ടെത്തിയിട്ടുണ്ട് ആ പ്രതിമകൾ എന്ന് പറയുന്നത് മദർ ഗോഡസിനെ സൂചിപ്പിക്കുന്നു എന്നാണ് അർത്ഥം നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് എന്താണ് പുരുഷന്മാരുടെ പ്രതിമകളും കണ്ടെത്തിയിട്ടുണ്ട് അത് എന്തിനുള്ള തെളിവാണ് ഇവിടെ പ്രോട്ടോ ശിവനെ ആരാധിച്ചിരുന്നു എന്നുള്ള തെളിവാണ് ഇതാണ് 3 പോയിന്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് എഴുതേണ്ടത് നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് എപ്പോഴും 2 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ഹാരപ്പൻ സിവിലൈസേഷൻ തകരാനായിട്ടുള്ള കാരണങ്ങൾ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ ഹാരപ്പൻ സിവിലൈസേഷൻ തകർന്നു പോയത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ് ഫ്ലഡ് ആണ് ആ സമയത്ത് എന്ത് വന്നു ഫ്ലഡ് വന്നത് എന്തിന് കാരണമായി ഹാരപ്പൻ സിവിലൈസേഷൻ തകരാനുള്ള ഒരു കാരണമാണ് രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഇൻവേഷൻ ആണ് പുറത്ത് നിന്ന് ഇൻവേഷൻ ആക്രമണം ഉണ്ടായി പുറത്തുനിന്ന് ആക്രമണം ഉണ്ടായപ്പോഴും എന്ത് സിവിലൈസേഷൻ തകരാൻ കാരണം തന്നെയാണ് ഹാരപ്പൻ സിവിലൈസേഷൻ തകരാൻ കാരണമാണ് അടുത്ത പറയുന്നത് ഡിഫോറസ്റ്റേഷൻ ആണ് വനനശീകരണമാണ് നെക്സ്റ്റ് എന്താണ് അഗ്രികൾച്ചർ സെക്ടർ തകരാൻ തുടങ്ങി ആ തകർന്നതും ഹാരപ്പൻ സിവിലൈസേഷൻ തകരാനുള്ള ഒരു കാരണമാണ് എപ്പിഡമിക്സ് എന്ന് പറഞ്ഞാൽ പകർച്ചവ്യാധി എല്ലാവർക്കും എന്താണ് അസുഖം വരാൻ തുടങ്ങി പകർച്ചവ്യാധി ഉണ്ടായി അതും എന്തിനു കാരണമാണ് ഹാരപ്പൻ സിവിലൈസേഷൻ തകരാനുള്ള ഒരു കാരണമാണ് അപ്പൊ ഹാരപ്പൻ സിവിലൈസേഷൻ തകരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് ഫ്ലഡ് വെള്ളപ്പൊക്കമാണ് രണ്ടാമത്തെ എന്താണ് എക്സ്റ്റേണൽ ഇൻവേഷൻ ആണ് പുറത്തുനിന്നുള്ള ആക്രമണമാണ് നെക്സ്റ്റ് എന്താണ് ഡിഫോറസ്റ്റേഷൻ അല്ലെങ്കിൽ വനനശീകരണമാണ് നെക്സ്റ്റ് പറയുന്നത് എന്താണ് അഗ്രികൾച്ചർ സെക്ടർ തകർന്നതാണ് അഞ്ചാമത്തത് എപ്പിഡമിക്സ് അല്ലെങ്കിൽ പകർച്ചവ്യാധിയാണ് ഇതെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് ഹാരപ്പൻ സിവിലൈസേഷൻ മെയിൻ ആയിട്ട് തകരാനുള്ള കാരണം ഓക്കെ ഇനി ഈ ഒരു ചാപ്റ്ററിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗത്തേക്കാണ് പോകുന്നത് കേട്ടോ ഈ ഒരു ഭാഗത്ത് നിന്ന് ഏതെങ്കിലും ഒരു സിവിലൈസേഷനെ പറ്റി ചോദിക്കും അപ്പൊ ക്വസ്റ്റ്യൻ വരുന്ന ഒരു മോഡൽ പറയണത് നോക്കാം കേട്ടോ ക്വസ്റ്റ്യൻ വരുന്ന ഒരു മോഡലാണ് ഈജിപ്ഷ്യൻസ് ആൻഡ് ദി മെസോപ്പൊട്ടേമിയൻസ് അച്ചീവ്ഡ് റിമാർക്കബിൾ പ്രോഗ്രസ് ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ് സബ്സ്റ്റാൻഷിയേറ്റ് ദി സ്റ്റേറ്റ്മെന്റ് എന്നൊരു ക്വസ്റ്റ്യൻ വരും അതായത് ഈജിപ്ഷ്യൻസ് ആണെങ്കിലും മെസോപ്പൊട്ടേമിയൻസ് ആണെങ്കിലും ഒരുപാട് വളർച്ച എന്തിലുണ്ടായിട്ടുണ്ട് സയൻസിൽ ഓക്കെ ഒരുപാട് വളർച്ച എന്തിലുണ്ടായിട്ടുണ്ട് സയൻസിൽ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഈ ഒരു വാചകം നിങ്ങളോട് സമർത്ഥിക്കാനാണ് പറയുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ആദ്യം ഒരു 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ 4 മാർക്ക് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത് അല്ലെ എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് അപ്പൊ നമ്മൾ അങ്ങനെ എഴുതുമ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കടക്കാണ്ട് ആദ്യം ഒന്ന് നമ്മൾ പഠിച്ചൊരു ഇൻട്രോ കൊടുക്കാം ഓക്കെ ഈജിപ്ഷ്യൻ സിവിലൈസേഷനിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആദ്യം പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും അല്ലെ ആ ഇൻട്രോ കൊടുത്തതിന് ശേഷം മാത്രമാണ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കേണ്ടത് ഓക്കെ അപ്പൊ ഇവിടെ പറയുന്നത് ഈജിപ്തിലുള്ള രാജാക്കന്മാരെല്ലാം ഫറോ എന്നാണ് വിളിക്കുന്നത് ഓക്കെ ഈജിപ്തിലുള്ള രാജാക്കന്മാരെല്ലാം ഫറോ എന്നാണ് വിളിക്കുന്നത് അതേപോലെ തന്നെ ഇവർ ഡെഡ് ബോഡീസ് സൂക്ഷിച്ചു വെക്കുന്ന ഒരു സ്വഭാവം ആർക്കുണ്ടായിരുന്നു ഈജിപ്തിൽ ഉണ്ടായിരുന്നു ഈ ഒരു കോർപ്പസിനെ വിളിച്ചിരുന്ന പേര് മമ്മി എന്നാണ് എന്താണ് വിളിച്ചിരുന്ന പേര് മമ്മി എന്നാണ് വിളിച്ചിരുന്നത് പിരമിഡ് അവിടെ നമ്മുടെ ഈജിപ്തിൽ നമ്മൾ എന്ത് കാണാം ഈജിപ്തിൽ ഒരുപാട് പിരമിഡ്സ് കാണാം ഈ പിരമിഡ് എന്ന് പറഞ്ഞാൽ ശവകുടീരമാണ് ടോംസ് ആയിരുന്നു ഈ മമ്മീസ് സൂക്ഷിച്ചു വെക്കുന്ന ശവകുടീരങ്ങളായിരുന്നു എന്തെന്ന് പറയുന്നത് പിരമിഡ്സ് എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ എന്തൊക്കെ നമ്മൾ പറഞ്ഞു ഇവിടെ ആദ്യം പറഞ്ഞത് രാജാക്കന്മാരെ വിളിച്ചിരുന്ന പേരെന്തായിരുന്നു ഫാറോസ് എന്നായിരുന്നു ഇനി ഇവിടെ എന്താണ് ഇവിടെ ഉണ്ടായിരുന്ന മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് ബോഡീസ് പ്രിസർവ് ചെയ്ത് വെക്കുന്നത് ഡെഡ് ബോഡീസ് പ്രിസർവ് ചെയ്ത് വെക്കുന്നത് അതിന് വിളിക്കുന്ന പേര് മമ്മീസ് ആണ് എവിടെയാണ് സൂക്ഷിച്ചു വെച്ചിരുന്നത് പിരമിഡിലാണ് സൂക്ഷിച്ചു വെച്ചിരുന്നത് പിരമിഡ് എന്ന് പറഞ്ഞാൽ ടോം ശവകുടീരങ്ങളായിരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ ഇനി ഇവിടുന്ന് വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ടൈപ്പ് ആണ് നോക്കിയേ ഈജിപ്ഷ്യൻ സിവിലൈസേഷന്റെ കോൺട്രിബ്യൂഷൻസ് എഴുതാനാണ് എന്തിന്റെയൊക്കെ കോൺട്രിബ്യൂഷൻ പിരമിഡ് നമ്മളിപ്പോ പറഞ്ഞു
ഇനി ആർട്ട് ഓഫ് റൈറ്റിംഗും സയൻസിനെ പറ്റിയും പറയണം. ആർട്ട് ഓഫ് റൈറ്റിംഗും സയൻസിനെ പറ്റി ട്ടാ. നോക്കിയേ, നമ്മുടെ ഈ ഒരു സിവിലൈസേഷൻ ഫ്ലറിഷ് ചെയ്തേക്കണത് ഉണ്ടായേക്കണത് എവിടെയാണ്? നൈൽ നദീതീരത്താണ്. നൈൽ നദീതീരത്താണ് ഈജിപ്ഷ്യൻ സംസ്കാരം ഉടലെടുത്തത്. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് നമ്മൾ ആർട്ട് ഓഫ് റൈറ്റിംഗ് ആണ് പറയാൻ പോകുന്നത് കേട്ടോ. അവരുടെ ആർട്ട് ഓഫ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഹൈറോഗ്ലിഫിക്സ് ആണ്. അവരുടെ ആർട്ട് ഓഫ് റൈറ്റിംഗ് അറിയപ്പെടുന്ന ഏത് പേരില? ആർട്ട് ഓഫ് റൈറ്റിംഗ്. ഈജിപ്ഷ്യൻ സിവിലൈസേഷന്റെ ആർട്ട് ഓഫ് റൈറ്റിംഗ് അറിയപ്പെടുന്നത് ഹൈറോഗ്ലിഫിക്സ് എന്നാണ്. അതായത് സാക്രഡ് റൈറ്റിംഗ് എന്നതിന്റെ അർത്ഥം. ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് സാക്രഡ് റൈറ്റിംഗ് എന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അതായത് ഇവര് എഴുതാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത് പാപ്പറസ് പ്ലാന്റിലാണ് ഇവർ എഴുതിയിരുന്നത്. They used the leaves of the plant called papyrus. Papyrus ഇലകളാണ് അവർ എഴുതാനായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഇപ്പൊ എന്തൊക്കെ പറഞ്ഞു? നൈൽ നദീ തീരത്താണ് ഈ സംസ്കാരം ഉടലെടുത്തതെന്ന് പറഞ്ഞു. രണ്ടാമത്തെ പോയിന്റ്, ആർട്ട് ഓഫ് റൈറ്റിംഗ് വെരി ഇമ്പോർട്ടന്റ് ആണ്. ആർട്ട് ഓഫ് റൈറ്റിംഗ് അറിയപ്പെടുന്ന ഹൈറോഗ്ലിഫിക്സ് എന്നാണ്. അർത്ഥം എന്താണ്? സാക്രഡ് റൈറ്റിംഗ് എന്നാണ്. അവർ എന്തിലാണ് എഴുതിയിരുന്നത്? പാപ്പറസ് ഇലകളിലാണ് അവരത് എഴുതിയിരുന്നത് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഓക്കെ, അവർ എഴുത്താണ് ഈ കൊടുത്തേക്കുന്നത് കേട്ടോ. ഈജിപ്റ്റ് സിവിലൈസേഷന്റെ എഴുത്താണ് ഈ കൊടുത്തേക്കുന്നത്, ഈജിപ്തുകാരുടെ എഴുത്ത് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് അവർ സയൻസിൽ ഒരുപാട് അഡ്വാൻസ്ഡ് ആണ്, പ്രോഗ്രസ് നേടിയിട്ടുണ്ട്. കാരണം അവർ സോളാർ കലണ്ടർ ആണ് ഉണ്ടാക്കിയത്. അവർ ഫോർമുലേറ്റ് ചെയ്ത കലണ്ടർ ഇതാണ്, സോളാർ കലണ്ടർ. ഒന്നില്ലെങ്കിൽ ഈജിപ്ഷ്യൻ സിവിലൈസേഷനെ പറ്റി ചോദിക്കും, അല്ലെങ്കിൽ മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷന്റെ കലണ്ടറിനെ പറ്റി ചോദിക്കും. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോണം. ഓക്കെ, ഇപ്പൊ എന്താണ്? സോളാർ കലണ്ടർ ആണ് അവർ നിർമ്മിച്ചേക്കുന്നത്. ഒരു കലണ്ടർ, ആ ഒരു കലണ്ടർ പ്രകാരം ഒരു വർഷത്തിൽ 365 ദിവസമാണ് ഉള്ളത്. ആ കലണ്ടർ പ്രകാരം ഒരു വർഷത്തിൽ എത്ര ദിവസം ഉണ്ട്? 365 ദിവസമാണുള്ളത്. ഒരു ഇയറിനെ അവർ 12 മാസമാക്കിയും 30 ഡേയ്സ് ആയിട്ടും തിരിച്ചു. സോളാർ കലണ്ടർ ഉണ്ടാക്കി ഒരു വർഷം ആ കലണ്ടർ പ്രകാരം എത്ര ദിവസം ഉണ്ട്? 365 ദിവസം ഉണ്ട്. ഒരു ഇയറിനെ 12 മാസമാക്കി ഡിവൈഡ് ചെയ്തു. അതിൽ എത്ര ദിവസം ഉണ്ടെന്നാ പറയണത്? 30 ദിവസമുണ്ട്. അതേപോലെ അവർ എന്തിൽ അഡ്വാൻസ്ഡ് ആണ്? മാത്തമാറ്റിക്സിൽ അഡ്വാൻസ്ഡ് ആണ്. ഓക്കെ, മാത്സിൽ കുറച്ചും കൂടി പ്രോഗ്രസ് ഉണ്ട്. അപ്പൊ എന്തൊക്കെയാണ് അവരുടെ പ്രോഗ്രസ്? അവര് ട്രയാങ്കിളിന്റെയും റെക്ടാങ്കിളിന്റെയും ഏരിയ കണക്കാക്കുമായിരുന്നു. ഓക്കെ, ട്രയാങ്കിളിന്റെയും റെക്ടാങ്കിളിന്റെയും എന്ത് കണക്കാക്കുമായിരുന്നു? ഏരിയ കണക്കാക്കുമായിരുന്നു. അതേപോലെ തന്നെ അവർ ക്ലോക്ക് ഉണ്ടാക്കിയത് എന്താണ്? സൺഡിയാൽ ക്ലോക്ക്, അതായത് സൂര്യന്റെ ഷാഡോ നോക്കിയിട്ട് എന്താണ് സമയം നിർണ്ണയിക്കുന്ന രീതിയും വാട്ടർ ക്ലോക്കും അവർ നിർമ്മിച്ചിരുന്നു. ഓക്കെ, അപ്പൊ എന്താണ്? സൂര്യന്റെ ഷാഡോ നോക്കിയിട്ട് സമയം നിർണ്ണയിക്കുന്ന രീതിയും അതേപോലെ വാട്ടർ ക്ലോക്കും അവര് നിർമ്മിച്ചിരുന്നു. അതേപോലെ അവർ സ്കൾപ്ചേഴ്സ് ഉണ്ടാക്കുമായിരുന്നു, പല പല സ്കൾപ്ചേഴ്സ് ഉണ്ടാക്കുമായിരുന്നു. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് സ്ഫിനക്സ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ് സ്ഫിനക്സ്. സ്ഫിനക്സ് എന്ന് പറയുന്നത് ഒരു സ്റ്റാച്യു ആണ്. എന്ന് പറഞ്ഞാല് ലയന്റെ ബോഡി, അതിന് പ്രതിമ കാണാനായിട്ട് അതിന്റെ ബോഡി വന്നിട്ട് ലയന്റെ പോലെ ആയിരിക്കും, സിംഹത്തിന്റെ പോലെ ആയിരിക്കും. തല വന്നിട്ട് എങ്ങനെയായിരിക്കും? ഹ്യൂമൻ ഹെഡ് ആണ്. സ്ഫിനക്സ് എന്ന് പറഞ്ഞാല് ഈജിപ്ഷ്യൻ സിവിലൈസേഷനിൽ അവർ എന്തിന് കുറച്ചും കൂടി എക്സ്പേർട്ട് ആണെന്ന് പറഞ്ഞാൽ സ്റ്റാറ്റ്യൂസ്, സ്കൾപ്ചേഴ്സ് ഉണ്ടാക്കാനായിട്ട് എക്സ്പേർട്ട് ആണ്. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് സ്ഫിനക്സ് എന്ന് പറയുന്ന സ്റ്റാച്യു എന്ന് പറയുന്നത്. ഈ സ്റ്റാച്യുവിന്റെ പ്രത്യേകത വന്നിട്ട് ബോഡി എന്താണെന്ന് പറയുന്നത്? ലയന്റെ ബോഡിയും ഹെഡ് വന്നിട്ട് എങ്ങനെയാണെന്ന് പറയുന്നത്? മനുഷ്യന്റെ ഹെഡുമാണ്. തല മനുഷ്യന്റെ ആണെന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ ട്ടോ. മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ. മെസപ്പൊട്ടേമിയ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് ലാൻഡ് ബിറ്റ്വീൻ ദ റിവേഴ്സ് എന്നാണ്. നദികൾക്കിടയിലുള്ള ലാൻഡ് എന്നാണ് മെസപ്പൊട്ടേമിയ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. അപ്പൊ ഏതൊക്കെ നദിയുടെ ഉള്ളിലായിരിക്കും ഈ ഒരു ലാൻഡ് വരുന്നത്? ഏതൊക്കെ നദിയുടെയാണ്? യൂഫ്രട്ടീസും ടൈഗ്രീസും. ഏതൊക്കെയാണ്? യൂഫ്രട്ടീസും ടൈഗ്രീസ് എന്ന് പറയുന്ന നദിയുടെ ഇടയിൽ വരുന്ന പ്രദേശമാണ് മെസപ്പൊട്ടേമിയ എന്ന് പറയുന്നത്. മെസപ്പൊട്ടേമിയയുടെ അർത്ഥം നമ്മൾ പറഞ്ഞു. എന്താ അർത്ഥം എന്ന് പറയുന്നത്? ലാൻഡ് ബിറ്റ്വീൻ ദ റിവേഴ്സ് എന്നാണ് അർത്ഥം എന്ന് പറയുന്നത്. നെക്സ്റ്റ് 4 സിവിലൈസേഷനോളം ഇവിടെ എമർജ് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഡിക്ലൈൻ ചെയ്തിട്ടുണ്ട്. 4 സിവിലൈസേഷൻ ഇവിടെ ഉത്ഭവിച്ചിട്ടുണ്ട്, തകർന്നു പോയിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്? സുമേറിയ, ബാബിലോണിയൻ, അസറിയൻ, ചാൽദിയൻ ഒക്കെ ഉണ്ട്. ഇനി ഇവിടെ നമ്മൾ മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് മെസപ്പൊട്ടേമിയയുടെ സോയില് എന്തിനു സ്യൂട്ടബിൾ ആണ്? കൃഷിക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള സോയിലാണ്. ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ആർട്ട് ഓഫ് റൈറ്റിംഗ് എന്താണ്? ക്യൂണിഫോം ആണ്. ഓക്കെ, ഇവരുടെ ആർട്ട് ഓഫ് റൈറ്റിംഗ് എന്താണ്? ക്യൂണിഫോം ആണെന്നാണ് പറയുന്നത്. ഇവരുടെ സ്ക്രിപ്റ്റ് വെഡ്ജ് ഷേപ്ഡ് ആണ്. സ്ക്രിപ്റ്റ് എന്താണ്? വെഡ്ജ് ഷേപ്ഡ് ആണ്. ഇവർ സാധാരണയായിട്ട് എഴുതുന്നത്
വെറ്റ് ക്ലേ, നനഞ്ഞ ക്ലേ എടുക്കും. ആ നനഞ്ഞ കളിമണ്ണില് അല്ലെങ്കിൽ നനഞ്ഞ ക്ലേയുടെ സ്മൂത്ത് ആയിട്ടുള്ള സർഫസ് ഉണ്ടായിരിക്കും, നല്ല മിനുസമായിട്ടുള്ള പ്രതലം ഉണ്ടായിരിക്കും. ആ പ്രതലത്തിൽ അവർ എഴുതും. എന്നിട്ട് അതെന്ത് ചെയ്യുന്ന പറയണത് ഉണക്കാനായിട്ട് വെക്കും. എഴുതി കഴിഞ്ഞിട്ട് ഷാർപ്പ് സ്റ്റൈലാണ് യൂസ് ചെയ്യാനായിട്ട്, നല്ല കുത്തനെ കൂർപ്പിച്ചാണ് എഴുതുന്നത്. എഴുതി കഴിഞ്ഞിട്ട് ഈ ഒരു സംഭവം അവര് സൂര്യപ്രകാശം ബേക്ക് ചെയ്യാൻ വെക്കും. ബേക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഉണക്കാൻ വെക്കും. ഉണക്കുമ്പോഴേക്കും ആ ഒരു സംഭവം നമ്മൾ എഴുതിയ സംഭവം എല്ലാം ഉണങ്ങി അവിടെ കറക്റ്റ് ആയിട്ട് ഫിക്സ് ആയിട്ടുണ്ടായിരിക്കും. നമ്മൾ എന്തൊക്കെ പറഞ്ഞു, ഒരു ആർട്ട് ഓഫ് റൈറ്റിങ്ങിനെ പറ്റിയിട്ട് ക്യൂണിഫോം ആണെന്ന് പറഞ്ഞു, വെജ് ഷേപ്ഡ് ലെറ്റേഴ്സ് ആണെന്ന് പറഞ്ഞു, വെറ്റ് ക്ലേയിൽ എഴുതും, സ്മൂത്ത് സർഫസിൽ എഴുതിയിട്ട് എഴുതിയതിനു ശേഷം അവര് സൂര്യപ്രകാശത്തിൽ ബേക്ക് ചെയ്യാൻ ഉണങ്ങാനായിട്ട് വെക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് അവർ എഴുതിയിരുന്ന ഒരു ക്ലേ ആണ്. ഈ ഒരു മോഡലാണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ. ക്ലേ ടാബ്ലറ്റ്സ് ആണ് ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഈ ഒരു ഷേപ്പ് കണ്ട വെജ് ഷേപ്ഡ് അല്ലേ, കൂർത്ത പോലെയാണ് അല്ലേ. അപ്പൊ വെജ് ഷേപ്ഡ് ലെറ്റേഴ്സിലാണ് അവർ എഴുതിയിരുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അവരും എന്തിലും പ്രോഗ്രസ് നേടിയിട്ടുണ്ട്. മെസപ്പൊട്ടേമിയൻസും മാത്തമാറ്റിക്സിലും ആസ്ട്രോണമിയിലും ഒക്കെ ഒരുപാട് പ്രോഗ്രസ് നേടിയ ആൾക്കാരാണ്. ഇവരും കലണ്ടർ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഇവരുണ്ടാക്കിയ കലണ്ടർ എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? മൂണിനെ ബേസ് ചെയ്തിട്ടാണ്. എന്തിനെ ബേസ് ചെയ്ത കലണ്ടർ ഉണ്ടാക്കിയിരിക്കുന്നത്? മൂണിനെ ബേസ് ചെയ്താണ് കലണ്ടർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ കലണ്ടർ പ്രകാരം ഒരു വർഷത്തെ 12 മാസമാക്കി ഡിവൈഡ് ചെയ്തു. ഒരു വർഷത്തെ എത്ര മാസമാക്കി ഡിവൈഡ് ചെയ്തു? 12 മാസമാക്കി ഡിവൈഡ് ചെയ്തു. ഒരു മന്തില് 4 ആഴ്ചകളുണ്ടെന്ന് അവർ പറഞ്ഞു. ഒരു വർഷത്തെ 12 മാസങ്ങളാക്കി ഡിവൈഡ് ചെയ്തു. ഒരു മാസത്തില് 4 ആഴ്ചകളുണ്ടെന്ന് പറഞ്ഞു. ഒരു ദിവസം എന്ന് പറയുന്നത് 24 മണിക്കൂറാണ്. ഒരു ദിവസം എന്ന് പറയുന്നത് എത്ര മണിക്കൂറാണ്? 24 മണിക്കൂറാണ്. ഇവർക്ക് എന്തൊക്കെ അറിയാമായിരുന്നു മാത്തമാറ്റിക്സില്? ഡിവിഷൻ അറിയാം, മൾട്ടിപ്ലിക്കേഷൻ അറിയാം, സ്ക്വയർ റൂട്ട് അറിയാം. ഓക്കെ, അവർ കുറച്ചും കൂടി എക്സ്പേർട്ട് ആയിരുന്നു മാത്സില്. എന്തൊക്കെ അറിയാം അവർക്ക്? ഡിവിഷൻ അറിയാം, മൾട്ടിപ്ലിക്കേഷൻ അറിയാം, സ്ക്വയർ റൂട്ട് അറിയാം. ഈ ഒരു ഭാഗമൊക്കെ ശരിക്കും ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴും എക്സാമിൽ ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗം എന്നൊക്കെ പറയുന്നത്. മാത്തമാറ്റിക്സിലും ആസ്ട്രോണമിയിലും അവർ ഡെവലപ്ഡ് ആയിരുന്നെങ്കിൽ പ്രോഗ്രസ് ആയിരുന്നു. കലണ്ടർ ഉണ്ടാക്കിയത് 3 ബേസിലാണ്. ഇയറിനെ 12 മാസമാക്കി ഡിവൈഡ് ചെയ്തു. ഒരു മന്തില് 4 ആഴ്ച ഉണ്ടായിരുന്ന ആ കലണ്ടർ പ്രകാരം 24 അവർ ആക്കിയാണ് എടുത്തത്. അവർക്ക് മാത്തമാറ്റിക്സ് നന്നായിട്ട് അറിയാമായിരുന്നു. അതിലെന്തൊക്കെ അവർക്ക് അറിയാമായിരുന്നു? ഡിവിഷൻ അറിയാം, മൾട്ടിപ്ലിക്കേഷൻ അറിയാം, സ്ക്വയർ റൂട്ട് അറിയാം. ഓക്കെ, ഇനി മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ടെമ്പിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് അമ്പലം നിർമ്മിച്ചിട്ടുണ്ട്. ആ അമ്പലം സിഗുറാത്ത് എന്നാണ് അറിയപ്പെടുന്നത്. സിഗുറാത്ത് ട്ടാ, അതായത് നമ്മുടെ മെസപ്പൊട്ടേമിയൻസിന്റെ ആർക്കിടെക്ചറൽ സ്കില്ലാണ് അവിടെ കാണുന്നത്. നോക്കിയേ, ഇതാണ് സിഗുറാത്ത് എന്ന് പറയുന്നത്. അവരുടെ ആ സമയത്ത് അവരുടെ സ്കില്ലാണ് കാണിക്കുന്നത്, കഴിവാണല്ലേ. അമ്പലം എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ഒരു മോഡൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ഒരു സമയത്ത് മെസപ്പൊട്ടേമിയൻസിന്റെ ആർക്കിടെക്ചറൽ സ്കില്ലാണ് ഇവിടെ എന്ത് കാണിക്കുന്നതെന്ന് പറയുന്നത് കേട്ടോ. ഇത് സാധാരണയായിട്ട് നിർമ്മിച്ചിരുന്നത് സിറ്റീസിലാണ്. അപ്പൊ ഈ സിഗുറാറ്റുകൾ സാധാരണയായിട്ട് നിർമ്മിച്ചിരുന്നത് എവിടെയാണെന്ന് പറയുന്നത്? സിറ്റിയിലാണ്. ഇനി ലാസ്റ്റ് ടോപ്പിക് ആണ് ചൈനീസ് സിവിലൈസേഷനെ പറ്റിയിട്ട് ബ്രീഫ് നോട്ട് ചോദിക്കും. 3 സിവിലൈസേഷൻ നമ്മൾ പറഞ്ഞു, ഈജിപ്ഷ്യൻ, മെസപ്പൊട്ടേമിയൻ, ചൈനീസ് കേട്ടോ. ചൈനീസ് സിവിലൈസേഷൻ ഫ്ലറിഷ് ചെയ്തേക്കണം, ഉത്ഭവിച്ചിരിക്കുന്നത് ഏത് നദിയുടെ തീരത്താണ്? ഹാങ്ഹോങ് നദിയുടെ തീരത്താണ് കേട്ടോ. ഹാങ്ഹോങ് നദിയുടെ തീരത്താണ് ചൈനീസ് സിവിലൈസേഷൻ ഫ്ലറിഷ് ചെയ്തേക്കുന്നത്. അഗ്രികൾച്ചർ ആയിരുന്നു ഈ സിവിലൈസേഷൻ ഏറ്റവും വലിയ അടിസ്ഥാനം എന്ന് പറയുന്നത്. അവർ വീവിങ്ങിലും പോട്രിയിൽ, അതായത് കലനിർമ്മാണങ്ങളിലും സിൽക്ക് പ്രൊഡക്ഷനിലും, സിൽക്കുകൾ നിർമ്മിക്കാനും അതുപോലെ തുന്നാനൊക്കെ ഒരുപാട് എക്സ്പേർട്ട് ആയിരുന്നു. അപ്പൊ എന്താണ് ചൈനീസ് സിവിലൈസേഷൻ എന്തൊക്കെ പറഞ്ഞു? ഹാങ്ഹോങ് നദീതീരത്താണ് ഉത്ഭവിച്ചതെന്ന് പറഞ്ഞു. ഇവർ എന്തിലൊക്കെ എക്സ്പേർട്ട് ആയിരുന്നു? വീവിങ്, പോട്രി, അതുപോലെ സ്കിൽ പ്രൊഡക്ഷനിലൊക്കെ ഭയങ്കര എക്സ്പേർട്ട് ആയിരുന്ന ആൾക്കാരായിരുന്നു ഇവരെന്ന് പറയുന്നത്. ഇവരുടെ ആർട്ട് ഓഫ് റൈറ്റിംഗ് എന്ന് പറയുന്നത് പിക്ടോഗ്രഫിക് ആയിരുന്നു, ആൽഫബറ്റിക് ആയിരുന്നില്ല. ഇവർ ആർട്ട് ഓഫ് റൈറ്റിംഗ് എന്തായിരുന്നു? പിക്ചർ ആയിരുന്നു കൂടുതൽ, ചിത്രീകരണമായിരുന്നു. അക്ഷരങ്ങൾക്ക് പകരം ഇവർ കൂടുതലായിട്ട് ആർട്ട് ഓഫ് റൈറ്റിംഗ് എന്തായിരുന്നു? പിക്ടോഗ്രഫിക് എന്താ പറയുക, ചിത്രങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. ആൽഫബറ്റ്സിനെക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് ചിത്രങ്ങൾക്കാണ്. ഇവരും കലണ്ടർ ഉണ്ടാക്കിയിരുന്നു. ആ കലണ്ടറിൽ ഒരു വർഷത്തിൽ എത്ര ദിവസം വരുന്നുണ്ട്? അവർക്ക് 365 ദിവസം വരുന്നുണ്ട്. ഓക്കെ, ഇവരും കലണ്ടർ ഉണ്ടാക്കിയിരുന്നു. ആ കലണ്ടറിൽ എത്ര ദിവസം വരുന്നുണ്ട്? ഒരു വർഷത്തില് 365 ദിവസം വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ചൈനീസ് സിവിലൈസേഷൻ എന്തൊക്കെ വരുന്നത്? ചൈനീസ് സിവിലൈസേഷൻ ചോദിച്ചാല് ഏത് നദീതീരത്താണ്? ഹാങ്ഹോങ് നദീതീരത്താണെന്ന് പറയാം. എന്തിനൊക്കെ സ്കിൽഫുൾ ആയിരുന്നു? വീവിങ്, പോട്രി, സിൽക്ക് പ്രൊഡക്ഷൻ ആണ്.
ഇനി ഇവരെ ആർട്ട് ഓഫ് റൈറ്റിംഗ് അറിയപ്പെടുന്നത് എന്തായിരുന്നു? പിക്ചോഗ്രഫിക് ആയിരുന്നു, ആൽഫബറ്റ് ആയിരുന്നില്ല. അവർ അതേപോലെ തന്നെ ഈ ആൽഫബറ്റിക് എന്തായിട്ട് മാറി? ഐഡിയോഗ്രഫിക് സ്ക്രിപ്റ്റ് ആയിട്ട് മാറിട്ടാ. ആൽഫബറ്റിക് പിന്നീട് എന്തായിട്ട് ഡെവലപ്പ് ആയിട്ട് മാറി? ഐഡിയോഗ്രഫിക് സ്ക്രിപ്റ്റ് ആയി. അവരുടെ ഇയർ എന്ന് പറയുന്നത് 365 ദിവസമായിരുന്നു. അപ്പൊ ഇത്രയും ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആണ്. ഈ 1 മാർക്ക് ക്വസ്റ്റ്യൻ മാത്സ് ഫോളോയിങ് ചോദിച്ചേക്കാം. നോക്കിയേ, 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. 1921 ഹൂ വാസ് ദി ഡയറക്ടർ ഓഫ് ദി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ 1921 ആരായിരുന്നു എന്ന് പറയണത്? സർ ജോൺ മാർഷൽ ആണ്. സർ ജോൺ മാർഷൽ ആണ്. എപ്പോഴും ചോദിച്ച് കണ്ടുള്ള ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി ഈ ഒരു മാച്ച് ദ ഫോളോയിങ് ചോദിക്കട്ടെ. മാച്ച് ദ ഫോളോയിങ് നിങ്ങൾ ഈ വീഡിയോ കണ്ടല്ലേ? വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ കിട്ടും. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കി വെക്കാം കേട്ടോ. എയും ബിയും കോളം നമ്മൾ മാച്ച് ചെയ്യാനാണ്. ഹാരപ്പൻ സിവിലൈസേഷൻ ഉണ്ട്, ചൈനീസ് ഉണ്ട്, മെസപ്പൊട്ടോമിയ ഉണ്ട്, ഈജിപ്ഷ്യൻ ഉണ്ട്. ഓക്കെ, സ്ഫിനക്സ് കൊടുത്തിട്ടുണ്ട്, ഗ്രേറ്റ് ബാത്ത് കൊടുത്തിട്ടുണ്ട്, പിക്ചോഗ്രഫിക് സ്ക്രിപ്റ്റ് കൊടുത്തിട്ടുണ്ട്, സിഗുറാത്ത് കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ ആണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. ഈ ഒരു വീഡിയോ കണ്ട ആൾക്കാർക്ക് എല്ലാവർക്കും ഈ ഒരു മാച്ചിന്റെ ഫോളോയിങ് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഇത് നോക്കി വെക്കണം. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ ഇത്രയുമാണ് ഇമ്പോർട്ടന്റ് ടോപ്പിക്. ഹാരപ്പൻ സിവിലൈസേഷൻ പഠിക്കണം, അതിന്റെ ഡിക്ലൈൻ തകരാനുള്ള കാരണം പഠിക്കണം, അതിന്റെ ബിലീഫ് സിസ്റ്റം പഠിക്കണം, അതേപോലെ 3 സിവിലൈസേഷനും കലണ്ടറും സയൻസും ആസ്ട്രോണമിയിലൊക്കെ ഉണ്ടായ പ്രോഗ്രസ് നോക്കണം. അപ്പൊ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.